കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ രഹബോത്ത് മീഡിയയുടെ എല്ലാ പ്രേക്ഷകർക്കും പ്രത്യേക വന്ദനങ്ങളെ അറിയിക്കുന്നു. രാജ്യമെമ്പാടും പാടി ആരാധിക്കുന്ന ചില വരികളാണ്: അവൻ ആർക്കും കടക്കാരനല്ല, അവൻ ആർക്കും ബാധ്യതയല്ല, അവനൊപ്പം പറയുവാൻ ഒരാളുമില്ല, അവനെപ്പോലെ ആരാധ്യൻ ആരുമില്ല. സ്പെഷ്യലി സോഷ്യൽ മീഡിയകളിലൊക്കെ ധാരാളം ആ വരികൾ അഭിഷിക്തന്മാർ പാടി ഒത്തിരി ദൈവമക്കൾ ദൈവത്തെ സ്തുതിക്കുന്നത് ഞങ്ങൾ കാണാറുണ്ട്, കേൾക്കാറുണ്ട്, അതറിഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്. എന്നാൽ ആ വരികളോട് ബന്ധപ്പെട്ട് ചില ബുദ്ധിമുട്ടുകളും ഭാരങ്ങളും വന്നത് എൻ്റെ മാന്യ പ്രേക്ഷകരുമായി പങ്കുവെക്കുവാൻ ഞാൻ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ കുടുംബമായി ഈ എപ്പിസോഡ് അതിനുവേണ്ടി മാറ്റിവെക്കുകയാണ്. അത് ചിലർക്കെങ്കിലും അനുഗ്രഹമാകട്ടെ. കാരണം ദൈവസന്നിധിയിൽ കള്ളം പറയരുത്, എന്നാൽ സത്യം പറയാതിരിക്കുകയും ചെയ്യരുത്. ചിലരങ്ങനെയാണ്, അവരായുസിൽ കള്ളം പറയില്ല, പക്ഷേ അവർ സത്യവും പറയുകയില്ല. എന്നാൽ കള്ളം പറയുകയും ചെയ്യരുത്, സത്യം പറയുകയും ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ ലൈഫിൽ ദൈവം ഇടപെട്ട ആ ഒരു പ്രത്യേക മേഖലകളും അത് ഷെയർ ചെയ്യുന്നത് ഞാനല്ല, എൻ്റെ വൈഫാണ്. നമ്മുടെ കൂടെ ഇരിക്കുന്നവർ നമ്മളെക്കുറിച്ച് പറയുന്നതാണല്ലോ ഏറ്റവും വലിയ അനുഗ്രഹവും സാക്ഷ്യവും എന്ന് പറയുന്നത്. അതിനായി ദൈവം സഹായിക്കട്ടെ. പ്രത്യേകം ലോഡ്സണും സാമുവൽ വിൽസണും മൺമറഞ്ഞു പോയ പാസ്റ്റർ ചിക്കു കുര്യാക്കോസ്, ഇങ്ങനെയുള്ള കർത്താവിൻ്റെ ദാസന്മാർ ഒക്കെ ആ ഗാനങ്ങൾ പല മേഖലകളിൽ പാടിയത് ഞങ്ങളുടെ കയ്യിൽ അതിൻ്റെ റെക്കോർഡുകളുണ്ട്. അവരൊക്കെ ആത്മനിറവിൽ പാടുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നത് കാണുവാൻ ഞങ്ങൾക്ക് അവസരങ്ങളെ കർത്താവ് നൽകിയിട്ടുണ്ട്. ഖേദത്തോടെ ഓർപ്പിക്കട്ടെ, ആ 4 വരി പാമ്പാടിയിൽ വെച്ച് പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ പ്രത്യേക അവസ്ഥയിൽ തകർച്ചയുടെ നടുവിൽ ദൈവം ഇടപെട്ടതാ. അവൻ ആർക്കും കടക്കാരനല്ല, യേശു ആർക്കും കടക്കാരനല്ല. ബ്രദർ ചിക്കു കുര്യാക്കോസ് ആ ഗാനം പാടി ധാരാളം ആൾക്കാർ ദൈവ സാന്നിധ്യത്തിൽ ലയിക്കുന്നത് ഞങ്ങൾ കാണാറുണ്ട്. അദ്ദേഹം മൺമറഞ്ഞു പോയി, പക്ഷേ അദ്ദേഹം എഴുതിയ വരികളായിട്ടാണ് പലരുടെയും മനസ്സിൽ അതിരിക്കുകയും ചെയ്യുന്നത്. അദ്ദേഹം ഒരിക്കലും പറഞ്ഞിട്ടില്ല ആമേൻ അദ്ദേഹത്തിൻ്റെ വരിയാണെന്നും പറഞ്ഞിട്ടില്ല, മറ്റാരുടെയോ വരിയാണെന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എൻ്റെ മാന്യ പ്രേക്ഷകർ ആമേൻ മനസ്സിൽ കളങ്കമുണ്ടാകരുത്, നന്മയായിരിക്കണം, എല്ലാം അനുഗ്രഹമായിരിക്കണം എന്നുള്ള ഹൃദയത്തിൻ്റെ ചിന്തയിൽ അകത്തു നിന്നുകൊണ്ട് ഞാൻ കൈമാറുകയാണ്. സത്യമായും കർത്താവ് നമ്മുടെ കൂടെ ഉള്ളതിനാൽ നമുക്ക് കടക്കാരനല്ലാത്ത കർത്താവിന് വേണ്ടി ശക്തിയോടെ നിൽക്കുവാൻ ദൈവം പ്രയോജനം നൽകട്ടെ. എം.എ. ചെറിയാൻ സാർ എഴുതിയ അനുഗ്രഹത്തിന് അധിപതിയെ എന്നുള്ള ഗാനം എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ജനങ്ങൾ ഓർത്തിരിക്കുകയാണ്. പാടുന്നവർ ഒത്തിരി പേരാണെങ്കിലും എഴുതിയത് ഒരാളാണ്. പാടുന്നവരുടെ പേരിൽ പാട്ട് വരിക എന്ന് പറഞ്ഞാൽ അവർ അത് എഴുതിയേ പറ്റുകയുള്ളൂ. എഴുതിയ വ്യക്തി, ആ വ്യക്തിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്തിനേറെ, കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു മീറ്റിങ്ങിൽ ദൈവസന്നിധി സ്തോത്രം ചെയ്യുമ്പോൾ പെട്ടെന്നൊരു വരി ഞങ്ങളുടെ നാവിലെത്തി, പഴയ ഒരു വരി. ആമേൻ. ആ വരി പാടിയപ്പോൾ കരഞ്ഞുപോയി, അലറിക്കരഞ്ഞുകൊണ്ടാണ് ആ വരി പാടിയത്. യേശുവൻ പക്ഷമായി തീർന്നതിനാൽ എന്തോരാനന്ദമീ ഭൂവിൽ വാസം, ഹാ എത്ര മോദം പാർത്തലത്തിൽ ജീവിക്കുന്ന. വേഗം വരാമെന്നുരച്ച നാഥ, നോക്കി നോക്കി കൺകൾ മങ്ങിടുന്നേ, എപ്പോൾ വന്നിടും. പ്രൈസ് ദി ലോർഡ്. ആ വരി പാടിയപ്പോൾ ഞങ്ങൾ ഒത്തിരി യൗവനക്കാർ അവിടെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ന്യൂ ജനറേഷൻ ചർച്ചസിൽ കർത്താവിന് വേണ്ടി നിൽക്കുന്ന ഒത്തിരി ചെറുപ്പക്കാരായ ദൈവദാസന്മാരുണ്ടായിരുന്നു. അവരെല്ലാവരും കൂടി ആ സാന്നിധ്യം അനുഭവിച്ച് കരയാൻ തുടങ്ങി. അവസാനം അവർ ഒന്നിച്ച് ആ എഴുതിയ വ്യക്തിയെ അറിയില്ലെങ്കിലും, ആരാന്ന് പോലും അറിയില്ല, ഇന്നും അറിയില്ല, ആ വ്യക്തിയെ ഞങ്ങൾ ആത്മാവിൽ സല്യൂട്ട് ചെയ്തു പോയി. ഒരിക്കലും സാം പാസ്റ്റർ അത് പാടിയതുകൊണ്ട് ഞാനാകില്ല ആ പാട്ട് എഴുതിയത്, എനിക്കൊരിക്കലും അവകാശപ്പെടാനും പറ്റില്ല. ആ പാട്ട് എഴുതിയത് വേറെ ഏതോ ഒരു ദൈവമനുഷ്യനാണ്. ആ ദൈവമനുഷ്യൻ മൺമറഞ്ഞു പോയി, നിത്യത്തിൽ അദ്ദേഹത്തെ കാണാം. ഇതുപോലെ എപ്പോഴും പാട്ട് പാടുന്നവരായിരിക്കില്ല ഒരുപക്ഷെ അവരുടെ എഴുത്തുകാരായി മാറുന്നത്. എഴുത്തുകാരെക്കുറിച്ച് അറിയുവാൻ ഈ മണ്ണിൽ ധാരാളം പുസ്തകങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. പഴയ പാട്ടുകൾ എഴുതിയ ഭക്തന്മാർ ഇന്നും ജീവിച്ചിരിക്കുന്ന ശക്തന്മാരുണ്ട്. അതേ പ്രിയരെ, പഴയ പാട്ടുകാർ മൺമറഞ്ഞു പോയി, അവരുടെ പാട്ട് മൺമറഞ്ഞിട്ടില്ല. പുതിയ തലമുറയിൽ പാട്ടുകാരും മൺമറഞ്ഞിട്ടില്ല, അവരുടെ പാട്ടും മൺമറഞ്ഞിട്ടില്ല. വരും തലമുറയിലും ശക്തിയോടെ കർത്താവ് തൻ്റെ ജനത്തെ ഇനിയും ആയിരക്കണക്കിന് വരികൾ എഴുതുവാൻ കടക്കാരനല്ലാത്ത ദൈവം ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ഞാൻ ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ദയവായി ഞങ്ങളെ വിളിച്ചേ മതിയാകുകയുള്ളൂ. ആ ഗാനത്തിൻ്റെ പിമ്പിൽ വർക്ക് ചെയ്ത ദൈവ സാന്നിധ്യത്തിൽ ദൈവം ഞങ്ങൾക്ക് നൽകിയ അഭിഷേകവും ആ അഭിഷേകത്തിലേക്ക് ഞങ്ങൾ കയറുവാൻ കുടുംബമായി ഞങ്ങൾ കൊടുത്ത വിലയും, ഞങ്ങളുടെ ഫിസിക്കലി, ഞങ്ങളുടെ ഫിനാൻഷ്യലി, ഞങ്ങളുടെ മെൻ്റലി എവറി ഏരിയാസിൽ ഞങ്ങൾ തകർന്നു പോയൊരു പ്രത്യേക മേഖലയിൽ ദൈവം ഇടപെട്ട ആ പ്രത്യേക രംഗങ്ങൾ നിങ്ങളോട് എൻ്റെ കുടുംബം വളരെ ശാന്തമായി സംസാരിക്കും, ഹൃദയത്തിൽ നിന്ന് സംസാരിക്കും. അതിനുവേണ്ടി ഞാൻ എൻ്റെ വൈഫിനെ ആ മേഖലയിലേക്ക് ഈ ഒരു എപ്പിസോഡ് ചെയ്യുവാൻ ഞാൻ ആത്മാർത്ഥമായി ആ സമയം കൈമാറിയതാണ്. അതുകൊണ്ട് പ്രാർത്ഥനയോടെ കേൾക്കാം. ഒറ്റ കാര്യം, അവൻ ആർക്കും കടക്കാരനല്ല.
അവനാർക്കും ബാധ്യതയല്ല, അവനൊപ്പം പറയാനും ആരുമില്ല, അവനെപ്പോലെ ആരാധ്യനും ആരുമില്ല. ഇത് കേൾക്കുമ്പോൾ അനേകം പാട്ടുകാർ ഇനിയും എഴുന്നേൽക്കട്ടെ, അനേകം വരികൾ എഴുതുന്നവർ ഇനിയും എഴുന്നേൽക്കട്ടെ. എൻ്റെ കയ്യിൽ ഒരു ധാരാളം ശേഖരമുണ്ട് ദൈവത്തിൻ്റെ ദാസന്മാർ എഴുതിയ പാട്ടുകളും അതിൻ്റെ ഓതേഴ്സ് ആരാണ്, എഴുതിയവരാരാണ്, അവരുടെ അനുഭവങ്ങൾ എന്താണ്, ഇതെല്ലാം വായിച്ചും ഇതെല്ലാം കേട്ടും ഒത്തിരി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം സങ്കീർത്തനങ്ങൾ ദാവീദ് എഴുതുവാനുള്ള കാരണം ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് പ്രിയരെ, ആമേൻ, അതിശക്തിയോടെ കർത്താവിന് വേണ്ടി നിൽക്കാം. തീച്ചുളയിൽ കൂടി പോയാലും, ആകാശം ഇടിഞ്ഞ് താഴെ വീണാലും, ആരും തള്ളിയാലും, ആരുപേക്ഷിച്ചാലും, വേണ്ട സപ്പോർട്ട് ആരും തന്നില്ലെങ്കിലും കൈവിടാത്ത കർത്താവിന് വേണ്ടി വരും തലമുറകൾ ഓർത്തു വെക്കത്തക്കവണ്ണം നീ മൺമറഞ്ഞാലും നിൻ്റെ കയ്യിലെ തൂലിക കൊണ്ട് പുറത്തു വരുന്ന വരികൾ, വാക്കുകൾ, നിൻ്റെ നാവിൽ കൂടി പുറത്തു വരുന്ന വചനങ്ങൾ, പാട്ടുകൾ, ഗദ്യമാകട്ടെ പദ്യമാകട്ടെ, എന്തും വരും തലമുറകൾക്ക് ഓർത്തു വെക്കുവാനുള്ള ദൈവിക നന്മയായി തീരട്ടെ. നിൻ്റെ പ്രവർത്തികൾ പിന്നീട് നിങ്ങളെ പിന്തുടരും. കേൾക്കാൻ നമുക്കൊരുമിച്ച് അഭിഷേകത്തോടെ. അതിനായി നിങ്ങളുടെ നല്ല മനസാക്ഷിയെ, നല്ല ഹൃദയത്തെ, വിലപ്പെട്ട സമയത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. പ്രൈസ് ലോർഡ്. ഈ മീഡിയയിൽ കൂടി ഞങ്ങളെ കേൾക്കുന്ന ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. ഇന്ന് പകൽക്കാലം നിങ്ങളോട് കർത്താവിൻ്റെ അഭിഷേകത്തിന് എഴുതിയ അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല എന്ന പാട്ട്, കർത്താവിൻ്റെ അഭിഷേകത്തിന് പാസ്റ്റർ സാം ജോസഫ് എഴുതിയ വരികൾ, അത് അദ്ദേഹം എഴുതുവാനുണ്ടായ സാഹചര്യങ്ങൾ, അനുഭവങ്ങൾ, അത് നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് അനേക ഇടങ്ങളിൽ നിന്ന്, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ഫോൺ കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പാസ്റ്റർ, എന്താണ് ആ പാട്ട് എഴുതുവാനുള്ള സാഹചര്യം, അതിന് പിമ്പിലുണ്ടായ സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് പലരും ഞങ്ങളോട് കോൾ ചെയ്ത് ചോദിക്കുവാൻ ഇടയായി. അതിനുള്ള ബന്ധത്തിലാണ് ഇന്നും നിങ്ങളുടെ മുമ്പിൽ ഒരു സാക്ഷിയായി ഞാൻ നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വൈഫ് എന്ന നിലയിൽ ഇത് നിങ്ങളോട് അറിയിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിലാണ് അഭിഷിക്തന് ആ പാട്ട് കർത്താവ് കൊടുക്കുവാൻ ഇടയായത്. കർത്താവദാസൻ പാസ്റ്റർ സാം ജോസഫ് കുമരകം എന്നാണ് അറിയപ്പെടുന്നത്. കാരണം അത് പോലെയുള്ള പാസ്റ്റർ സാമച്ചൻ പാസ്റ്ററുടെ ദൈവത്തിലൂടെയുള്ള ദൈവശബ്ദമാണ് അതിന് മുഖാന്തരമായത്. ഞങ്ങൾ ഇന്ന് പാമ്പാടിലാണ് താമസിക്കുന്നത്. എങ്കിലും പാസ്റ്റർ അറിയപ്പെടുന്നത് പാസ്റ്റർ സാം ജോസഫ് കുമരകം എന്നാണ്. വർഷങ്ങൾക്ക് മുമ്പ് കർത്താവിൻ്റെ ദാസൻ സാമച്ചൻ പാസ്റ്റർ ഇപ്രകാരം ദൈവശബ്ദം അറിയിക്കുവാനിടയായി, നീ വേറൊരു സ്ഥലത്ത് താമസിക്കുകയും എന്നാൽ നിൻ്റെ ദേശം നിൻ്റെ പേരിൽ അറിയപ്പെടുകയും ചെയ്യുമെന്ന് ദൈവശബ്ദം അറിയിക്കുവാനിടയായി. അത് മുഖാന്തരമാണ് ഇന്ന് ഞങ്ങൾ പാമ്പാടിയിൽ താമസിക്കുന്നുവെങ്കിലും പാസ്റ്റർ സാം ജോസഫ് കുമരകം എന്ന് അറിയപ്പെടുവാൻ ഇടയാകുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ആ പാട്ട് കർത്താവിന് ദാസിന് കൊടുക്കുവാൻ ഇടയായ സംഭവങ്ങളെക്കുറിച്ചാണ്. എന്നാൽ അതിനുവേണ്ടി എനിക്ക് പിറകോട്ട് ചില നാളുകൾ പോകേണ്ടതുണ്ട്. അതിന് മുമ്പ് ഞാൻ അനുഭവിച്ച ചില തിക്ത അനുഭവങ്ങൾ, ഞങ്ങൾ കുടുംബമായി കൊടുത്ത ചില ദൈവത്തിന് മുമ്പ് കൊടുത്ത വിലകൾ, അതിനെക്കുറിച്ച് നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. പാമ്പാടിയിലല്ല ഞങ്ങൾ ജനിച്ച് വളർത്തപ്പെട്ടതെങ്കിലും പാമ്പാടിയിൽ വരുവാൻ ഞങ്ങൾ ആഗ്രഹിച്ചല്ലെങ്കിലും ഒരു ദിവസം വ്യക്തമായ ദൈവശബ്ദമുണ്ടായി, പാമ്പാടി പാമ്പാടി എന്ന്. ഞങ്ങൾക്ക് സ്വന്തക്കാരോ ബന്ധക്കാരോ ആരും പാമ്പാടിയിലില്ല. എന്തിനാണ് അങ്ങോട്ട് പോകുന്നതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. എന്നാൽ അബ്രഹാമിനെ ദൈവം അയച്ചതുപോലെ കാണിപ്പാനിരിക്കുന്ന ദേശം എന്ന് പറഞ്ഞതുപോലെ ഞങ്ങളും പാമ്പാടിയിൽ കടന്നു വരുവാൻ ഇടയായി. പോഷന്മാരെ പോലെ ചില നാളുകൾ ഞങ്ങൾ പാമ്പാടിയിൽ വാടകയ്ക്ക് താമസിച്ചു. പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, കർത്താവേ എന്തിനാണ് ഞങ്ങൾ ദേശത്ത് വന്നതെന്ന്. എന്നാൽ ഒരു ശബ്ദമോ മറുപടിയോ ഉണ്ടായില്ല. അങ്ങനെ ഞങ്ങൾ താമസിക്കുമ്പോൾ ചില അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായി. പെട്ടെന്ന് ഒരു ദിവസം കർത്താവിൻ്റെ ദാസനും ഞാനും കുഞ്ഞും അതുപോലെ ഞങ്ങളുടെ ബ്രദർ പാസ്റ്റർ പോൾസൺ, ഞങ്ങൾ 4 പേരും ഒരുപോലെ ജോണിസത്താൽ ബാധിതരായി തീർന്നു. എന്ന് വെച്ചാൽ വളരെ മാരകമായ വിധത്തിൽ ഞങ്ങൾ രോഗത്താൽ ഭാരപ്പെടുവാനിടയായി. രാത്രിയിൽ ഉറങ്ങുവാൻ കഴിയാത്ത ദിവസങ്ങൾ, ഒരു പോളെ കണ്ണടയ്ക്കുവാൻ കഴിയാതെ ഞങ്ങൾ ഭാരപ്പെട്ടു. ഒരു മുറിയിൽ ഞങ്ങൾ കുഞ്ഞ് ഒമിറ്റ് ചെയ്യുമ്പോൾ മറുവയസ്സ് ഞങ്ങൾ മാറി ഒമിറ്റ് ചെയ്യുവാനിടയായി. ഒരു നേരത്തെ ആഹാരത്തിന് പോലും ഞങ്ങൾ ഭാരപ്പെട്ട ദിവസങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ സാമ്പത്തിക മേഖലയിൽ ഉടഞ്ഞു. അതുപോലെ മാനസിക മണ്ഡലത്തിലും ശാരീരിക മേഖലയും വളരെ തകർക്കപ്പെടുവാനിടയായി. എപ്രകാരം മുമ്പോട്ട് പോകണമെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ആ സമയത്ത് ഞങ്ങളെ സഹായിക്കാൻ കടപ്പെട്ടവർ പോലും സഹായിക്കുവാൻ അവരെ ദൈവം അയച്ചില്ല എന്ന് ഇന്ന് ഞങ്ങൾക്കറിയാം. എന്നാൽ ആ സമയത്ത് നമ്മൾ ചിന്തിക്കും, എന്തുകൊണ്ട് അവർ വന്നില്ല. ആ സമയത്ത് ചിന്തിച്ചുകൊണ്ട് കർത്താവെ 100 രൂപയുമായി അവർ ഒന്ന് വന്നിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ച ദിനരാത്രങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവം നിന്നെ ചില അവസ്ഥയിൽ കൂടി കടന്നു പോകുമ്പോൾ അത് ആ സമയത്ത് നിന്നെ തിരക്കുവാൻ ആരും വന്നില്ല എന്ന് വരാം. അത് നിൻ്റെ ജീവിതത്തിലെ ഗത്സമന ആയിരിക്കും. ഞങ്ങളുടെ ജീവിതത്തിലെ ഗത്സമന ആയിരുന്നു ആ ജോണിസത്തിൻ്റെ ദിവസങ്ങൾ. 3 മാസക്കാലം പുറത്തിറങ്ങുവാൻ കഴിയാതെ ഞങ്ങളായിരുന്നു. രാത്രിയിൽ ഉറക്കം നഷ്ടപ്പെട്ട അനേക രാത്രികൾ ഉണ്ടായിരുന്നു. ഒരു രാത്രിയിൽ എൻ്റെ ശരീരം ഉച്ചി മുതൽ ഉള്ളംകാല് വരെയും തണുത്തുറഞ്ഞു. ആ സമയത്ത് ഞാൻ ചിന്തിച്ചു, ഞാൻ മരിക്കുവാൻ പോവുകയാണ്. കർത്താവിൻ്റെ അഭിഷിക്തൻ്റെ കരങ്ങളിലേക്ക് കരം എടുത്തു വെച്ച് ഞാൻ ഇപ്രകാരം പറഞ്ഞു, ഞാൻ മരിക്കുവാൻ പോവുകയാണ്. നമ്മുടെ കുഞ്ഞ്, ഇത്രയും മാത്രമേ എനിക്ക് പറയുവാൻ കഴിഞ്ഞുള്ളൂ.
കഴിഞ്ഞുള്ളൂ. ആ സമയം ഞാൻ കരഞ്ഞു പോകുവാൻ ഇടയായി. പെട്ടെന്ന് തന്നെ സാന്താൻ ചാടി എഴുന്നേറ്റു. ആത്മാവിൽ ശാസിച്ച് യേശുവിൻ്റെ നാമത്തിൽ മരണത്തിൻ്റെ ശക്തികളെ ശാസിക്കുവാൻ ഇടയായി. ആ സമയം തന്നെ എൻ്റെ ശരീരത്തിൽ അനുഭവപ്പിച്ച തണുപ്പ് മാറി പതുക്കെ ചൂട് വ്യാപരിക്കുവാൻ ഇടയായി. അന്ന് രാത്രി റോമാലേഖനം 8 അധ്യായം സാന്താൻ ആത്മാവിൽ പറഞ്ഞ് കൺഫസ് ചെയ്ത് എന്നെ ബലപ്പെടുത്തി. അതുപോലെ പ്രാർത്ഥിച്ച് ധൈര്യപ്പെടുത്തി നമ്മൾ തകർന്നു പോകാനുള്ളവരല്ല, നമ്മൾ ഉടയുവാനുള്ളവരല്ല എന്ന് പറയുവാൻ ഇടയായി. ആ ദിവസങ്ങളിൽ ഞാൻ അനുഭവിച്ച ശാരീരിക മണ്ഡലത്തിൽ അനുഭവിച്ചത് വളരെ ക്ലേശകരമായ ദിവസങ്ങളായിരുന്നു. പിന്നെയും ദിവസങ്ങൾ കഴിഞ്ഞുപോയി. കർത്താവിൻ്റെ ദാസൻ കടന്നുകൊണ്ട് പ്രാർത്ഥിക്കും, കടന്നുകൊണ്ട് ആരാധിക്കും. ആ ദിവസങ്ങളിൽ സാന്താൻ ദൈവം കൊടുത്ത മെസ്സേജാണ് ഗെത്സമന ഗബ്ബത ഗോൽഗോഥ എന്ന മെസ്സേജ്. അനേക കൺവെൻഷൻ സ്റ്റേജുകളിൽ സാന്താൻ ആ പ്രസംഗം കൊടുക്കുമ്പോൾ, ആ മെസ്സേജ് കൊടുക്കുമ്പോൾ അനേകർ ഒരുമിച്ച് രക്ഷിക്കപ്പെടുന്നത്, സ്നാനക്കടവിലേക്ക് ഇറങ്ങുന്നത് ഞങ്ങൾ കാണുവാൻ ഇടയായിട്ടുണ്ട്. ഒറ്റ മെസ്സേജിൽ 104 പേര് ഒരുമിച്ച് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നത് ഞങ്ങൾ കാണുവാൻ ദൈവം സംഗതി വരുത്തിയിട്ടുണ്ട്. ഇതിന് പിമ്പിലല്ല എനിക്ക് പറയുവാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. തകർന്നപ്പോൾ കിട്ടിയ മെസ്സേജാണ്, ഉടഞ്ഞപ്പോൾ കിട്ടിയ മെസ്സേജാണ്, നമ്മൾ മാനസികമായി തളർന്നു പോയപ്പോൾ കിട്ടിയ മെസ്സേജാണ്. അതിനൊരു ശക്തിയുണ്ട്, അതിൻ്റെ പിമ്പിൽ വലിയൊരു ദൈവപ്രവൃത്തിയുണ്ട്. നീ സന്തോഷമായിരിക്കുമ്പോഴല്ല ദൈവം നിന്നോട് സംസാരിക്കുന്നത്, നീ ഒത്തിരി ആനന്ദിക്കുമ്പോഴല്ല അവൻ നിന്നോട് അടുത്തിരിക്കുന്നത്. നീ ഉടഞ്ഞു പോകുമ്പോൾ, ആരുമില്ല എന്ന് പറഞ്ഞ് നീ അവൻ്റെ മുമ്പാകെ ഒറ്റയ്ക്ക് അടുത്ത് ചെല്ലുമ്പോൾ അവൻ നിന്നോട് സംസാരിക്കും. ആ സമയങ്ങളിൽ നിന്നിൽ നിന്ന് അവൻ ചിലത് പുറത്തു കൊണ്ടുവരും. അത് പറയുവാനാണ് ഞാൻ പിന്നെയും ആഗ്രഹിക്കുന്നത്. ഉടഞ്ഞ സമയത്ത്, തകർന്ന സമയത്ത് കർത്താവിൻ്റെ അഭിഷേകത്തിൽ കൂടി പുറത്തു വന്ന മെസ്സേജാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ ഗെത്സമന ഗബ്ബത ഗോൽഗോഥ എന്ന മെസ്സേജ്. ആ മെസ്സേജ് അനേക സ്ഥലങ്ങൾ കടന്നുപോയി. ആത്മാവിൽ സംസാരിക്കുവാൻ കർത്താവിൻ്റെ ദാസനെ കർത്താവ് ബലപ്പെടുത്തി. അനേക രക്ഷയിലേക്ക് കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചു. അങ്ങനെ ഞങ്ങൾ സന്തോഷകരമായി പിന്നെയും മുമ്പോട്ട് പോകുമ്പോൾ വളരെ സാമ്പത്തിക മേഖലയിൽ ഞങ്ങൾ തകർന്നുപോയി. കാരണം കർത്താവിൻ്റെ ദാസന് ഓടി നടന്ന് സൂക്ഷിപ്പാൻ വയ്യാത്ത പോലെ ശരീരം ക്ഷീണിതനായിരുന്നു. സാമ്പത്തിക മേഖലയിൽ തകർന്നു പോയതുകൊണ്ട് പല കാര്യങ്ങളും ഞങ്ങൾക്ക് ബ്ലോക്കായി തീർന്നു. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ തനിയിരിക്കും, ചത്തുവെങ്കിലോ വളരെ ഫലം പുറപ്പെടുവിക്കും. ഒരു ഗോതമ്പ് മണിയെപ്പോലെ നീ നിലത്ത് വീണ് ചാകുന്നെങ്കിൽ നിന്നിൽ നിന്ന് അനേക ഫലങ്ങൾ പുറത്തു വരും. ആത്മാവിൽ പലതും വെളിയിൽ നിന്നെന്ന് വരുവാൻ വേണ്ടി നീ തകർച്ചയിലാകുകയാണ്. നീ ഈ സമയത്ത് പിറുപിറുക്കരുത്, നീ ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കരുത്. മൗനമായിരുന്ന് ഈ തകർച്ചയിൽ കർത്താവേ എന്നിലൊരു പണി വെളിപ്പെടുവാൻ നിനക്ക് പദ്ധതിയെങ്കിൽ ഞാൻ ഇതാ, മറിയ പറഞ്ഞ പോലെ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ ഹിതം പോലെ എനിക്ക് സംഭവിക്കട്ടെ എന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ നിന്നിൽ കൂടി ദേശങ്ങൾ അറിയുന്ന, രാജ്യങ്ങൾ അറിയുന്ന പലതും വെളിയിൽ വരുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടി ദൈവം നിന്നെ ബലപ്പെടുത്തും. ഈ സമയം സഹോദരിമാരായ ചിലർ മാനസികമായി ഭാരപ്പെട്ട് കർത്താവ് എനിക്ക് ഇങ്ങനെ സംഭവിച്ചത് എന്തുകൊണ്ട്, ദൈവത്തോട് ചോദ്യങ്ങൾ ചിലർ എന്നെ കേൾക്കുന്നുണ്ട്. അവരോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ്. നിന്റെ ചോദ്യത്തിന് ഉത്തരം ഇതാ, നിന്നിൽ കൂടി ഒരു വലിയ പണി ദൈവം ആഗ്രഹിക്കുന്നു. നിന്നിൽ കൂടി ആര്യങ്ങൾ ആശ്വാസം പ്രാപിക്കുവാൻ, ആര്യങ്ങൾ നിന്റെ വാക്കിൽ കൂടി ബലപ്പെടുവാൻ ഒരു മെസ്സേജ് ദൈവം നിനക്ക് തരും. നിന്റെ ഫോണിൽ കൂടി അനേകരെ ആശ്വസിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവ് നിന്റെ നാവിൽ ചില ആലോചനകൾ ഈ ദിനങ്ങളിൽ തരുവാൻ പോവുകയാണ്. കർത്താവിൻ്റെ അഭിഷേകത്തിന് ഉടഞ്ഞ സമയങ്ങളിലെല്ലാം, ഭാരപ്പെട്ട സമയങ്ങളിലെല്ലാം കടന്നുപോയി പ്രാർത്ഥിച്ച് കടന്നു പോകുന്ന മേഖലയിൽ അനേകം ഒരുമിച്ച് സ്നാനപ്പെടുവാൻ സമർപ്പിക്കുന്നത്, ഒരുമിച്ച് അനേക ദൈവശക്തി പ്രാപിക്കുന്നത് കാണുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഒരു വ്യക്തി പോലും നിന്നെ താങ്ങത്തില്ല, ഒരു വ്യക്തി പോലും നീ കയറുവാ എന്ന് പറയില്ല. എന്നാൽ നിന്നെ താങ്ങുന്ന ഒരുവൻ ഉയരത്തിലുണ്ട്, അത് നീ മറന്നു പോകരുത്. ആ ദിവസങ്ങൾ പിന്നെ ഞങ്ങൾ കടന്നുപോയി. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഞങ്ങളുടെ ഹൗസ് ഓണർ ഭവനത്തിൽ വരുവാനിടയായി. ഒരു വൈകുന്നേര സമയമായിരുന്നു അത്. അപ്പച്ചൻ ഇങ്ങനെ പറഞ്ഞു, ഇനിയുള്ള ദിവസങ്ങളിൽ അടുത്ത മാസം മുതൽ വാടക അല്പം കൂടി കൂട്ടിത്തരണമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് മാനസികമായ അല്പം ഭാരമുണ്ടായി. കാരണം ആ ദിവസങ്ങളിൽ സാമ്പത്തിക മേഖലയെല്ലാം വളരെ ഞെരുങ്ങിയായിരുന്നു മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. പണ്ടത്തെ പോലെ അച്ഛൻ്റെ മീറ്റിങ്ങിന് പോകുവാൻ കഴിയുന്നില്ല. സാമ്പത്തിക മേഖലയിൽ വളരെ ഞെരുക്കം സംഭവിച്ച ദിവസങ്ങളായിരുന്നു. അപ്പാച്ചൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഭാരമുണ്ടായെങ്കിലും ആ ഭാരം മനസ്സിലൊതുക്കിക്കൊണ്ട് അന്ന് രാത്രി ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിരുന്നു. പ്രാർത്ഥനയ്ക്ക് ഇരുന്ന സമയത്ത് ഞങ്ങൾക്കൊരു കീബോർഡ് അന്നുണ്ടായിരുന്നു, ഒരു ചെറിയ കീബോർഡ്. ആ കീബോർഡ് താഴെ വെച്ചിട്ട് സാന്താൻ പതുക്കെ അത് പ്ലേ ചെയ്ത് വർഷിപ്പ് ചെയ്യാൻ തുടങ്ങി. ഓരോ പാട്ടുകൾ ശാന്തമായി സൈലൻ്റായി പാടുന്ന സമയത്ത് പെട്ടെന്ന് ഒരു വലിയ ദൈവസാന്നിധ്യം ഞങ്ങളുടെ മുറിക്കുള്ളിൽ ഇറങ്ങി വന്നു. ഞങ്ങളെല്ലാവരും കരയുവാൻ തുടങ്ങി. ആ പാട്ട് പാടുമ്പോൾ ഓരോ പാട്ടും മാറി അച്ഛൻ പാടുമ്പോൾ ഞങ്ങളെല്ലാം വളരെ കരയുവാൻ തുടങ്ങി. ആ സമയത്ത് ഏകദേശം മിഡ് നൈറ്റോട് ആ പ്രാർത്ഥന വളരെ മണിക്കൂറുകൾ നീണ്ടുപോയി. മിഡ് നൈറ്റ് ആയ സമയത്ത് പെട്ടെന്ന് സാന്താൻ പാടുവാൻ തുടങ്ങി. അവൻ ആർക്കും കടക്കാരനല്ല, അവൻ ആർക്കും ബാധ്യതയല്ല. ആ പാട്ടിൻ്റെ വരികൾ ഞങ്ങളുടെ ഹൃദയത്തിലാണ് ഞങ്ങൾ കേട്ടത്. ആ സമയത്ത് ഞങ്ങളുടെ ഹൃദയം വളരെ തകർന്നു പോകുന്നത് പോലെ കർത്താവിൻ്റെ സ്നേഹത്താൽ ആ മുറിയിൽ ഉണ്ടായിരുന്ന ഞങ്ങൾ കുടുംബമായും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അഭിഷിക്തന്മാരും
കർത്താവിനുള്ള സ്നേഹത്താൽ നിറയപ്പെടുവാനിടയായി. ഞാൻ ഹൃദയം തകർന്ന് ഞാൻ ഇപ്പോഴും ഓർക്കും, ഞാൻ കൂടെ ഉണ്ടാകുന്ന അഭിഷിക്തന്മാരിൽ ചിലർ വീണ് കടന്ന് ആരാധിക്കുവാൻ തുടങ്ങി വീണ് കിടന്ന് ആരാധിക്കുവാൻ തുടങ്ങി, വീണ് കിടന്ന് നിലവിളിക്കുവാൻ തുടങ്ങി. ആ നിലവിളി മണിക്കൂറുകൾ നീണ്ടുപോയി. മിഡ് നൈറ്റ് കഴിഞ്ഞു, 1 മണി 2 മണി. ആ സമയങ്ങളെല്ലാം ഞങ്ങൾ ആരാധിച്ചുകൊണ്ടേയിരുന്നു. അന്യഭാഷകൾ ആരാധിക്കുക, ഈ പാട്ട് പാടി അന്യഭാഷകൾ ഞങ്ങൾ ആരാധിക്കുവാൻ തുടങ്ങി. കർത്താവ് ഞങ്ങളെ ഒത്തിരി സന്തോഷിപ്പിച്ചു. കാരണം ഒത്തിരി ഉടഞ്ഞവരെ അവൻ ഒത്തിരി സന്തോഷിപ്പിക്കും, ഒത്തിരി തകർന്നവരെ അവൻ ഒത്തിരി പണിയും. നിങ്ങളാരും ഭാരപ്പെട്ടു പോകണ്ട. കർത്താവിൻ്റെ എന്തോ പദ്ധതിക്ക് വേണ്ടി നിങ്ങൾ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ പണിക്ക് വേണ്ടി നിങ്ങൾ ഒരുങ്ങിക്കൊടുത്താൽ, അവൻ്റെ കയ്യിൽ നല്ല കുശവനായി കർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്താൽ വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യുവാൻ പോവുകയാണ്. അന്ന് രാത്രി ഞാൻ ചോദിച്ചു, സാഞ്ച എങ്ങനെയാണ് ആ വരികൾ ലഭിച്ചതെന്ന്. എൻ്റെ അപ്പൻ എനിക്ക് തന്നതാണെന്ന് കർത്താവിൻ്റെ അഭിഷിക്തൻ പറയുവാൻ ഇടയായി. അന്ന് മുതൽ ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയിൽ ആ പാട്ടുകൾ പാടും. ഞങ്ങളെ ഒത്തിരി ബലപ്പെടുത്തി. ഞങ്ങളുടെ അനുഭവമാണ്, കർത്താവിൻ്റെ ദാസൻ്റെ അനുഭവമാണ്, കുടുംബമായ ഞങ്ങളുടെ അനുഭവമാണ്. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല. ഒരു നേരത്തെ ആഹാരത്തിന് പോലും ഒരു കവർ പാല് പോലും കുഞ്ഞിന് വാങ്ങിച്ചു കൊടുക്കുവാനില്ലാതെ രാത്രിയെ പകലാക്കിയ യാമങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഞങ്ങളുടെ ദൈവം ഞങ്ങളെ ആദരിച്ചു. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല. നിങ്ങൾ കുറഞ്ഞു പോകുവാനല്ല നിങ്ങളെ ദൈവം വിളിച്ചത്, നിങ്ങൾ തകർന്നു പോകുവാനല്ല അവൻ നിങ്ങളെ വിളിച്ചത്, നിങ്ങളെ മാനിക്കുവാനാണ് അവൻ നിങ്ങളെ വിളിച്ചത്. ഞങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയുവാനുണ്ട്. ഒരു വ്യക്തി പോലും ഒരു നല്ല വാക്ക് പറയുവാനില്ലാതെ എന്ന വേദന ഉണ്ടായിട്ടുണ്ട്. സ്നേഹിക്കുവാനോ കരുതുവാനോ ഒരു നല്ല വാക്ക് പറയുവാനോ ആയില്ല എന്ന യാമങ്ങൾ ഞങ്ങൾ തമ്മിൽ നോക്കിയ സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇന്ന് സ്നേഹിക്കുവാനും കരുതുവാനും ഇപ്പോൾ ഈ പാട്ട് കർത്താവിൻ്റെ ദാസൻ സാം ജോസഫ് പാസ്റ്ററാണ് എഴുതിയെന്നറിഞ്ഞ് പലരും ഫോണിൽ വിളിച്ച് ഞങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ ഒത്തിരി സന്തോഷിക്കാറുണ്ട്. ഞങ്ങളെ ഫോണിൽ കൂടെ വിളിച്ച് ആ പാട്ട് എഴുതിയ സാഹചര്യങ്ങൾ, ആ പാട്ടിനെക്കുറിച്ച് ചോദിച്ച എല്ലാവരെയും ഈ സമയം നന്ദിയോടെ ഓർക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ കൂടിയും ദൈവം ചിലത് പുറത്ത് കൊണ്ടുവരും. ആയിരിക്കുന്ന സമയങ്ങൾ വിശ്വസ്തയോടെ അവൻ്റെ നാമത്തിന് വേണ്ടി നിന്നാൽ ദൈവം നിങ്ങളെ മാനിക്കും. കർത്താവ് ഒരിക്കലും ഒറ്റയടിക്കൊരു കാര്യങ്ങൾ ചെയ്യുന്ന ദൈവമല്ല. അവൻ്റെ പണിയെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ്. ഓരോ സ്റ്റെപ്പും അവൻ നിങ്ങളെ ഉയർത്തും. ഒറ്റയടിക്ക് ദൈവം നിങ്ങളെ ഉയർത്തിയാൽ ചിലപ്പോൾ ദൈവം മാറി നീ ചോദിക്കും, ദൈവത്തെ മറന്ന് നീ സംസാരിക്കും. എന്നാൽ അടിസ്ഥാനം വിട്ടൊരു നല്ല പണി നിൻ്റെ ജീവിതത്തിൽ നടന്നാൽ ഒരിക്കലും നീ ദൈവത്തെ തള്ളിപ്പറയുവാനിടയാകില്ല. ഞങ്ങളുടെ ജീവിതത്തിലെ അനുഭവമാണത്. ഒന്നുമില്ലായ്മയെന്നൊന്നും ഒന്നും പുകഴ്ച പറയുവാനോ ഒന്നും പ്രശംസിക്കുവാനോ ഇല്ല ഞങ്ങൾക്കില്ലായിരുന്നു. എന്നാൽ ആ സ്ഥാനത്ത് അവൻ ഞങ്ങളെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഉയർത്തിയത്. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് തമിഴ്നാട്ടിലെ മിഷൻ ഫീൽഡിൽ നിന്നുകൊണ്ടാണ്. ഒരു കാലത്ത് കർത്താവെ തമിഴ്നാടിൻ്റെ മണ്ണിൽ വേല ചെയ്യണം, കടന്നുപോയി ആത്മാക്കൾക്ക് വേണ്ടി അധ്വാനിക്കണം, ദേവനാരെന്നോ ഒന്നും അറിയാത്ത ആൾക്കാരുടെ ഇടയിൽ പോയി കർത്താവിൻ്റെ നാമത്തെ ഉയർത്തണമെന്ന് ഞങ്ങൾ തമ്മിൽ പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് കൃഷ്ണപുരം എന്ന ഗ്രാമത്തിൽ നിന്നാണ്. ഇവിടെയുള്ള ജനങ്ങൾക്ക് കർത്താവായെന്നറിയില്ല. കർത്താവിനെക്കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾ ആരാണ് യേശു എന്ന് അവർ ചോദിക്കും. അതുപോലെ ആളുകളാണ്. എന്നാൽ ഇവിടെ കഴിയുന്ന ആളുകളെല്ലാം കടന്നു വന്ന് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഇവർക്ക് വേണ്ടി ശുശ്രൂഷിക്കുവാനും എല്ലാം കർത്താവ് സഹായിച്ചിട്ടുണ്ട്. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല. അവൻ നിങ്ങളെ മാനിക്കും, അവൻ നിങ്ങളെ ആദരിക്കും. ഇത് കേൾക്കുന്ന ദേവദാസന്മാരുടെ ഭാര്യമാരിൽ ചിലരോട് എനിക്ക് ചില വാക്കുകൾ സംസാരിക്കുവാനുണ്ട്. ഒരു സ്റ്റേജിൽ നിന്നൊരു അഭിഷിക്തൻ പ്രസംഗിക്കുമ്പോൾ ആ അഭിഷിക്തനെ പലരും അറിയും. ഫോൺ ചെയ്യും, പാസ്റ്റർ വിശേഷം തിരക്കും, ആ പാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എന്നാൽ അതിൻ്റെ പിമ്പിൽ വില കൊടുക്കുന്ന, പ്രാർത്ഥിക്കുന്ന, കൈത്താങ് കൊടുക്കുന്ന കർത്താവിൻ്റെ ദാസിമാരെ അറിയുവാൻ ചിലപ്പോൾ ആരും ഉണ്ടായെന്ന് വരികയില്ല. എന്നാൽ അറിയുന്ന ദൈവം നിൻ്റെ കൂടെയുണ്ട്. ഒരിക്കലും അവൻ നിന്നെ മാനിക്കാതിരിക്കുകയില്ല. നിൻ്റെ അടുക്കളയിൽ നീ ചിലപ്പോൾ പാത്രങ്ങൾ കഴുകി ഭാരപ്പെടുമ്പോൾ, എൻ്റെ അനുഭവങ്ങൾ ആണത്. കാര്യം 1 മണിയും 2 മണിയും എല്ലാം അടുക്കളയിൽ പാത്രം കഴുകി ക്ഷീണിച്ച സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവനാർക്കും കടക്കാരനല്ല. എന്നാൽ ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതിരുന്നവരെ അനക്ക് ഭക്ഷണം കൊടുക്കുവാൻ ദൈവം മാനിച്ചുവെങ്കിൽ പിന്നെയും പറയുവാനുള്ളത് അവനാർക്കും കടക്കാരനല്ല. ദൈവം നിങ്ങളെ ആദരിക്കും. നിന്റെ കൂട്ടായി തന്ന നിന്റെ ദൈവദാസന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ആ ദൈവദാസൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങൾ അധ്വാനിക്കുമ്പോൾ തീർച്ചയായിട്ടും കർത്താവ് നിങ്ങളെയും മാനിക്കും. ആ അഭിഷിക്തനെ മാനിക്കുന്ന മാന്യത നിങ്ങൾക്കും കൂടി ഉള്ളതാണ്. പ്രതിഫലം വിഭാഗിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു നല്ല പങ്ക് നിനക്കും പരിശുദ്ധാത്മാവ് തരുവാൻ, ദൈവമായ കർത്താവ് തരുവാൻ ഇടയായി തീരും. ഒരിക്കൽ പോലും മറുത്തൊരു വാക്ക് പറയാതിരിക്കുക, പിറുപിറുക്കാതിരിക്കുക, മനസ്സിൽ ഭാരങ്ങൾ വയ്ക്കാതിരിക്കുക, ഹൃദയം മുറിയുവാൻ നിങ്ങൾ സമ്മതിക്കല്ല്. മുറിഞ്ഞു പോയാൽ ഒരിക്കലും ദൈവ സാന്നിധ്യത്തെ റിസീവ് ചെയ്യാൻ നിങ്ങൾ കഴിയുകയില്ല. ആ പ്രസൻസിനെ സ്വീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരിക്കലും മിനിസ്ട്രിയിൽ കൈത്താങ് കൊടുക്കുവാൻ നിങ്ങൾക്ക് പറ്റുകയില്ല. നിങ്ങൾ ഭാരപ്പെട്ടു പോകും. ചിലപ്പോൾ നിങ്ങൾ വളർത്തിക്കൊണ്ട് വന്ന തിമോത്തിമാരിൽ ചിലർ നിങ്ങൾക്കെതിരെ വന്നെന്ന് വരാം, നിങ്ങൾക്കെതിരെ സംസാരിച്ചെന്ന് വരാം, വിരൽ ചൂണ്ടി നിങ്ങൾക്കെതിരെ പറഞ്ഞു എന്ന് വരാം. നീ മനസ്സിൽ പോലും അറിയാത്ത കാര്യങ്ങൾ നീ ചെയ്തു എന്ന് പറഞ്ഞു എന്ന് വരാം. ഭാരപ്പെട്ടു പോകരുത്, തളർന്നു പോകരുത്.
കർത്താവ് നിന്നെ വിളിച്ച് വിളി വലുതാണ്, ആ വിളി വലുതാണ്. ആ വിളിയിലേക്ക് നീ ഓടുക, ആ വിളിയുമായി നീ ഓടുക, ലക്ഷ്യസ്ഥാനത്തെത്തുക. മറുകരയിൽ നിന്നെ സ്വീകരിക്കുന്ന ഒരാളുണ്ട്. ആ വ്യക്തിക്ക് ആ കർത്താവ് നാം കൈ കൊടുക്കുമ്പോൾ നമ്മുടെ ഭാരങ്ങൾ മാറിപ്പോവും. ഈ ഭൂമിയിൽ തന്നെ ദൈവം നിന്നെ മാനിച്ചിട്ടേ നിൻ്റെ കർത്താവിനരികെ നീ എത്തുകയുള്ളൂ. കാരണം ആ ദൈവത്തിന് നിന്നുള്ള സ്നേഹമാണ്. നാളുകൾ നീ ഓടിയത്, നീ ഉറക്കം വളച്ചത്, വെച്ച് വിളമ്പിയത് എല്ലാമാകുന്ന ദൈവം നിൻ്റെ കൂടെയുണ്ട്. തീർച്ചയായും ദൈവം നിങ്ങളെ ബലപ്പെടുത്തും, ആശ്വസിപ്പിക്കും, സമാധാനിപ്പിക്കും, ഒത്തിരി നിങ്ങളെ മാനിക്കും. ഒരു കാലത്ത് നിന്നെ സ്നേഹിക്കുവാനും കരുതുവാനും ആരുമില്ലെങ്കിലും ഈ ലോകത്ത് ചേരുടെ ദൈവം തരും. ആ ദൈവത്തിന് നിന്നുള്ള നീതിയാണ്. ക്രൂശിൽ യേശു കിടക്കുമ്പോൾ മറിയോട് പറയും, മറിയേ ഇതാ നിൻ്റെ മകൻ. യോഹന്നാനെ നോക്കി പറയും, യോഹന്നാനെ ഇതാ നിൻ്റെ അമ്മ. മറിയയ്ക്ക് ലോകത്തിൽ വേറെ മക്കളില്ലാഞ്ഞിട്ടല്ല, യോഹന്നാൻ അമ്മയില്ലാഞ്ഞിട്ടുമല്ല, അത് ദൈവത്തിൻ്റെ നീതിയാണ്. ചിലപ്പോൾ സ്വന്തക്കാരോ ബന്ധക്കാരോ ആയിരിക്കില്ല നിന്നെ സ്നേഹിക്കുന്നത്, നിന്നെ കരുതുവാൻ വരുന്നത്. നിന്നെ സ്നേഹിക്കുവാൻ, നിന്നെ കരുതുവാൻ കർത്താവായി ചേരെ കൽപ്പിച്ചാക്കും. അത് മാറിപ്പോകുകയില്ല. അതൊരിക്കലും മനുഷ്യനെ മുടക്കുവാൻ കഴിയുകയില്ല. അതിനുവേണ്ടി നീ വെയിറ്റ് ചെയ്യണം. ദൈവത്തിന് വേണ്ടി ദൈവത്തിൽ നിന്ന് നന്മ വരുവാൻ, ദൈവത്തിൽ നിന്ന് ഒരുക്കപ്പെടുവാൻ, അതിനുവേണ്ടി ദേവദാസന്മാരെ നമുക്ക് ഒരുമിച്ച് വെയിറ്റ് ചെയ്യാം. കർത്താവ് നമ്മളെ മാനിക്കും. പ്രാർത്ഥനാ മുറിയിൽ കൂടുതൽ സമയങ്ങൾ ചെലവഴിക്കുവാൻ, ഒരു അഭിഷേകത്തിന് കടന്നു ചെല്ലാൻ പറ്റാത്ത മേഖലയിൽ ചിലപ്പോൾ നമുക്ക് ഒരുമിച്ച് കടന്നു ചെല്ലുവാൻ പറ്റും. നമുക്ക് ചിലരെ ഒരു അഭിഷേകത്തിന് സംസാരിക്കുവാൻ പറ്റാത്ത ചില വിഷയങ്ങൾ ചിലർക്ക് വേണ്ടി ഷെയർ ചെയ്ത് സംസാരിക്കുവാൻ നമുക്ക് കഴിയും. അതിനുവേണ്ടി നിങ്ങളെ ദൈവം ഒരുക്കട്ടെ. അതിനുവേണ്ടി കാത്തിരിക്കുക. ഓരോ ദിവസവും എഴുന്നേൽക്കുമ്പോൾ കർത്താവ് ഇന്ന് എന്നെക്കൊണ്ട് എന്താണ് നിനക്ക് ചെയ്യുവാൻ പദ്ധതി, ഇന്ന് എന്താണ് നിൻ്റെ പദ്ധതി, ഇന്ന് എന്താണ് എന്നെക്കുറിച്ചുള്ള ഉദ്ദേശം, എൻ്റെ ജീവിതം വേസ്റ്റായി പോകല്ലോ. ഓരോ ദിവസവും കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി എന്ന് പറയുവാൻ ദേവദാസിമാർ ചിലരെ ഈ വാക്കുകളാൽ കർത്താവ് ബലപ്പെടുത്തട്ടെ. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല. അത് നിങ്ങളുടെ ജീവിതത്തിൽ എക്സ്പീരിയൻസായി മാറട്ടെ. ഇതുപോലെ കഷ്ടതയിൽ, രോഗത്തിൽ, ഭാരത്തിൽ ചില വരികൾ എഴുതുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെയും കുടുംബമായി സഹായിക്കട്ടെ എന്ന് ഈ വാക്കിൽ കൂടെ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയാണ്. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവെ, ഈ സന്ദേശം കേൾക്കുന്ന ഏവർക്കും ഇത് അനുഗ്രഹമായി മാറണം. തകർന്നവർ, ഉടഞ്ഞവർ, ഒരു നിലയിൽ മുന്നേറുവാൻ കഴിയാതെ ഭാരപ്പെടുന്നവർ, സാമ്പത്തിക മേഖലയിൽ കർത്താവെ കരകയറുവാൻ കഴിയാതെ ഭാരപ്പെടുന്നവർ, അവർക്കെല്ലാം ഇതൊരു ആശ്വാസമായി മാറണം. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല എന്നുള്ള വരികൾ അവർ പാടുമ്പോൾ അവർ ആശ്വസിക്കണം, അവർ ബലപ്പെടണം. അവരുടെ കണ്ണുനീരിൽ കർത്താവെ നിൻ്റെ സാന്നിധ്യം വ്യാപരിക്കണം. നീ അവരെ ആദരിക്കണം. ഈ ഭൂമിയിൽ തന്നെ വലിയ ദൈവപ്രവൃത്തികൾ അവർ കാണുവാൻ പോകുന്നതിനായി സ്തോത്രം. ചില വ്യക്തികളെ പരിശുദ്ധാത്മാവ് പണിയുവാൻ പോകുന്നതിനായി സ്തോത്രം. എനിക്കിന് രക്ഷയില്ല, ദൈവം എന്നെ അറിയുന്നില്ല എന്ന് പറഞ്ഞ് ഭാരപ്പെടുന്ന ചില വ്യക്തികൾ പരിശുദ്ധാത്മാവിനെ സ്പർശിക്കപ്പെടുന്നതിനായി സ്തോത്രം ചെയ്യുകയാണ്. കടഭാഗത്താൽ ഞെരുങ്ങുന്ന ചില വ്യക്തികൾക്ക് വേണ്ടി സ്വർഗ്ഗത്തിലെ ഡോറുകൾ ഓപ്പൺ ആക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ അത് ഓപ്പൺ ആകുവാൻ കൽപ്പിക്കുകയാണ്. പുതിയ വഴികൾ കർത്താവ് തുറക്കും, പുതിയ വഴികൾ കർത്താവ് തുറക്കും. അടഞ്ഞതിനെ കണ്ട് ഭാരപ്പെടുന്ന ചില വ്യക്തികൾ ഇത് കാണുന്നുവല്ലോ, അവർക്ക് വേണ്ടി അടഞ്ഞതല്ല, പുതിയ വഴികൾ പരിശുദ്ധാത്മാവ് തുറക്കുവാൻ പോകുന്നതിനായി സ്തോത്രം. ഈ വരികൾ കർത്താവെ അവർക്ക് ആശ്വാസമായി മാറുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. അത് യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. അവനൊപ്പം പറയാനാരുമില്ല, അവനെ പോലാരാധ്യനില്ല. അല്ലേ എല്ലാ കരമുയർത്തി അല്ലേ പാടുകയും